സിനിമയുടെ ഒരു സമയത്തെ പ്രാരാബ്ദം സ്റ്റാർ സിനിമ വിജയിക്കാൻ സ്വന്തം പേര് മാറ്റി. പേരിലൊന്നും ഒരു കാര്യവുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് അഭിനയിച്ച 3 സിനിമകൾ ഒന്നിനു പുറകെ ഒന്നായി പരാജയപ്പെടുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, എന്തായിരുന്നു തന്റെ പേര്, അതിൽ തന്നെ തുടർന്നുള്ള അഭിനയം എന്ന ഉറച്ച തീരുമാനത്തിൽ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നു. സിനിമ വൻ ഹിറ്റ്. ഗായകൻ MG ശ്രീകുമാർ ഒരു സാധാരണക്കാരൻ ചെറുപ്പക്കാരനെ മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു നടനാക്കി മാറ്റിയ കഥ. ഹരിഹരൻ സംവിധാനം ചെയ്ത പുതിയ സിനിമയിലേക്ക് നായകനായി അഭിനയിക്കുവാൻ ഒരു പുതുമുഖ നടനെ അന്വേഷിക്കുന്നുണ്ടെന്ന് MG ശ്രീകുമാർ പറഞ്ഞതിന് പ്രകാരം ഈ ചെറുപ്പക്കാരൻ സംവിധായകൻ ഹരിഹരനെ നേരിൽ കണ്ട് സംസാരിക്കുകയും തുടർന്ന് ഹരിഹരൻ തന്റെ സിനിമയിലെ നായകനായി ചെറുപ്പക്കാരനെ തിരഞ്ഞെടുക്കുകയുമായിരുന്നു. അതാരാണ് അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ പറയുന്നു, സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റി അനിരുദ്ധ് എന്നാക്കി. എന്നാൽ നിങ്ങൾക്ക് ചേരുന്നത് നിങ്ങളുടെ റിയൽ നെയിം തന്നെയാണെന്ന് തമിഴ് നടൻ ജയം രവി പറഞ്ഞപ്പോൾ പിന്നെ മേൽ കീഴ് നോക്കാതെ നമ്മുടെ സ്വന്തം മലയാളികളുടെ ഹൃദയം കീഴടക്കിയ അറക്കൽ അബു സൈജു കുറുപ്പ് എന്ന സ്വന്തം പേരിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നെ അങ്ങോട്ടുള്ള സൈജു ചേട്ടന്റെ ജീവിതം മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ലല്ലോ. ഒന്ന് അറിഞ്ഞിരിക്കുന്നതല്ല, ഞാൻ അബു. വിദ്യാഭ്യാസത്തിനു ശേഷം എയർടെൽ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്ന സൈജു ചേട്ടൻ അപ്രതീക്ഷിതമായി പ്രശസ്ത പിന്നണി ഗായകനായ MG ശ്രീകുമാറിനെ പരിചയപ്പെടുവാനിടയായതാണ് ജീവിതത്തിൽ ഇങ്ങനെ ഒരു വഴിത്തിരിവായതെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ യാത്ര എവിടേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നേരെ നമ്മുടെ സൈജു ചേട്ടന്റെ വീട് കാണുകയല്ലേ. എന്താ സാറിന്റെ പേര്? I'm Robot Android version 5.25. റോബർട്ട്. അപ്പൊ ക്രിസ്ത്യാനിയാണല്ലേ? എന്റെ പേര് പ്രശ്നം പൊതുവാളാണ്. അപ്പോൾ പോകേണ്ട സ്ഥലം കൃത്യമായി പറയുന്നു. ആലപ്പുഴ ചേർത്തല. ചേർത്തല കഴിഞ്ഞ് അരൂര് പോകുന്ന റൂട്ട് പൂച്ചാക്കൽ. അവിടെ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് തൊട്ടു മുൻപ് റോഡ് സൈഡിൽ തന്നെ റൈറ്റിലായുള്ള വീടാണ് നമ്മുടെ സൈജു ചേട്ടന്റെ വീട്. അച്ഛന്റെ മരണശേഷം സൈജു ചേട്ടൻ കുടുംബമായി കടവന്ത്രയിലേക്ക് മാറുകയായിരുന്നുവെങ്കിലും എപ്പോഴും ഓടിയെത്താറുള്ള വീടാണിത്. ഇപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷമാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായെങ്കിൽ അതിനു പകരം അവന്റെ തനി സ്വഭാവം ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റിയത് എത്ര നന്നായെന്ന് വേണം ചിന്തിക്കാൻ. മനസ്സിൽ നിന്ന് അവനെ ഗെറ്റ് ഔട്ട് അടിക്കുക. ദാറ്റ്സ് ഫോർ ഗുഡ്. സൈജു കുറുപ്പ് നായകനായി അഭിനയിച്ച് ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന സിനിമ മലയാളികൾ മറക്കാനിടയില്ല. 2005 റിലീസായ സിനിമ വലിയ വിജയം നേടിയില്ലെങ്കിലും സൈജു കുറുപ്പ് എന്ന നടൻ മലയാളികളുടെ പ്രിയപ്പെട്ടവനായി മാറുകയായിരുന്നുവല്ലോ. ഹരിഹരന്റെ സിനിമയിൽ അഭിനയിച്ച നടൻ എന്നത് മറ്റു സംവിധായകരുടെ സിനിമയിൽ അവസരം കിട്ടുവാൻ സൈജുവിന് സഹായകമായി. പിന്നീട് നിരവധി സിനിമകളിൽ നായകനായും സഹതാരമായും വില്ലനായും വേഷമിട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നടൻ സൈജു കുറുപ്പിന്റെ വീട് കാണിക്കുവാൻ നമ്മൾ തിരിച്ച യാത്ര ഒടുവിൽ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലെത്തിച്ചിരിക്കുന്നു. പകരം സംഭവിച്ചത് എന്താണേലും അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കുന്നതാണ് പോസിറ്റീവ് തിങ്കിങ്. സൈജു കുറുപ്പ് എന്ന നടന് ഇന്ന് സ്വന്തമായി 4 വീടുകൾ. എന്നാൽ എല്ലാ ഇന്റർവ്യൂസിലും ഈ വീടിനെ പറ്റി മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. ജനിച്ചു വളർന്ന, വിദ്യാഭ്യാസം നേടുകയും തുടർന്ന് സിനിമയിലേക്കുള്ള യാത്രയും ഇവിടെ നിന്ന് തന്നെ. 6 വർഷങ്ങൾക്ക് മുൻപ് സൈജു ചേട്ടന്റെ അച്ഛൻ വാഹനാപകടത്തിൽ മരണപ്പെടുന്നതും ഇതേ വീട്ടിൽ നിന്നുമുള്ള യാത്രയിൽ. ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ. ആദ്യകാലങ്ങളിൽ അഭിനയിക്കുന്ന സിനിമകളെല്ലാം പരാജയപ്പെടുമ്പോൾ ഇരുട്ട് റൂമിൽ കയറി വാതിലടച്ച് കരഞ്ഞിരുന്ന ആ ഒരു കാലഘട്ടം ഓർക്കുമ്പോൾ ഇന്നും കണ്ണു നിറയുമെന്ന് പറയുന്ന പച്ചയായ ആ മനുഷ്യന്റെ 2015 റിലീസായ ആട് എന്ന സിനിമയിലെ അറക്കൽ അബു എന്ന കോമഡി റോൾ തന്നെയായിരുന്നു വളരെയധികം പ്രേക്ഷക പ്രീതി നേടി തുടർന്ന് കോമഡി റോളുകളിലേക്ക് വളരെ വേഗം വഴിമാറാൻ സഹായകമായത്. കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പന്റെ കൈയറുത്തപ്പോ കട്ട ചോരയെ നോക്കി അത്രയ്ക്കും വരില്ലല്ലോ. ഒരു നായക നടനാകുവാനല്ല, ഡയലോഗ് ഒന്നുമില്ലാതെ സ്ക്രീനിൽ നിന്ന് പ്രത്യക്ഷപ്പെടുക, അത് മാത്രമായിരുന്നു ആദ്യകാലങ്ങളിലെ സൈജു ചേട്ടന്റെ ആഗ്രഹം. എന്നാൽ അവിടെ നിന്നും ഇന്ന് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നടനും ഒരു പ്രൊഡ്യൂസറുമായി മാറിയെന്ന് അദ്ദേഹത്തിന് പോലും വിശ്വസിക്കുവാൻ സാധിക്കാത്ത സത്യം. ഇതുവരെ 100-ലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച സൈജു ഏതാനും തമിഴ് സിനിമകളിലും വേഷമിട്ടു. സൈജു കുറുപ്പ് കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ രചിച്ച് 2013 റിലീസായ സിനിമയാണ് മൈ ഫാൻ രാമു. എനിക്ക് വിശ്വാസമില്ല.
പിന്നെ നിങ്ങൾ അങ്ങനെ പൂജ ചെയ്യും? അതല്ല ഈ കുന്തം പറഞ്ഞതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞത്. ഭഗവതി കാവിൽ വെച്ചു അമ്പലക്കടവിൽ വെച്ചു. 2005 മയൂഖം ശേഷം ബാബ കല്യാണി, അശ്വാരൂഢൻ, ലയൺ, ചോക്ലേറ്റ്, മുല്ല, മേക്കപ്പ് മാൻ, ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള, തീവണ്ടി, ഒടുവിലായി പ്രണയമീനുകളുടെ കടൽ, മാളികപ്പുറത്തിലെത്തി നിൽക്കുന്ന സൈജു ചേട്ടന്റെ അഭിനയ ജീവിതത്തിൽ അറക്കൽ അബു എന്ന കഥാപാത്രത്തിന്റെ ഒരു വരവ് കൂടി മലയാളികൾ കാണാനിരിക്കുന്നു. നങ്ങിലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ. MG ശ്രീകുമാർ എന്ന ഗായകൻ നിമിത്തമായി നമ്മൾ മലയാളികൾക്ക് ലഭിച്ച നല്ലൊരു നടൻ നമ്മുടെ സ്വന്തം സൈജു ചേട്ടൻ. അപ്പോൾ ഇതുവരെ നിങ്ങൾ കാണാത്ത സൈജു കുറുപ്പിന്റെ വീടും എവിടെയാണ് വീടിരിക്കുന്ന സ്ഥലവുമെന്ന് നമ്മൾ കണ്ടു. അറക്കല ബുസാറല്ലേ? അതെ, അറക്കല ബുസാറാണ്. ഞാനാ കൈപ്പുഴ കുഞ്ഞപ്പൻ. യാത്ര അവസാനിക്കുന്നില്ല. ഇവിടെ നിന്നും നേരെ നമ്മുടെ യാത്ര കുറച്ച് സിനിമകൾ മാത്രം ചെയ്തുകൊണ്ട് മലയാളി പ്രേക്ഷകരെ കയ്യിലെടുത്ത ഒരു നടി, സുന്ദരിയായ ഹിന്ദിക്കാരിയായി പഞ്ചാബി ഹൗസിൽ തിളങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാകും ആരാണ് ആ നടിയെന്ന്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ നടിയും നടിയുടെ വീടും വിശേഷങ്ങളുമായി കാണാം. അതുവരെ ശുഭദിനം. തങ്കക്കൊലുസുകളണിഞ്ഞു വരുമൊരു ദേവതയല്ലോ, അവളെന്നവധുവല്ലോ.